മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ്. നമുക്കറിയാം, ധാരാളം ആളുകൾ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. അല്പം മേലോട്ടും താഴോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫിനാൻസ് സൈഡ്, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ സൈഡ് എന്തൊക്കെയാണ്, ക്വാർട്ടർലി എങ്ങനെയാണ് റിസൾട്ട് വന്നിട്ടുള്ള, ഇയർലി ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് വന്നത്, മൊത്തത്തിലൊരു സ്റ്റാറ്റസ് ചെക്കിംഗ് വീഡിയോ ആണ്. താല്പര്യമുള്ളവർ കൂടെ കൂടുക, പൂർണ്ണമായി കേൾക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പൂർണ്ണമായി നമ്മളിത് എടുക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ അക്യുമുലേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല. അത് നിങ്ങൾ സ്വന്തമായി തീരുമാനിക്കുക, അല്ലെങ്കിൽ നല്ല ഒരു അനലിസ്റ്റുമായിട്ട്, സാമ്പത്തിക അനലിസ്റ്റുമായിട്ട് കൂടിയാലോചിച്ചതിന് മാത്രം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ സ്റ്റോക്കിൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യം, ഒരു പിക്ചർ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും ഏകദേശം. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇന്ത്യൻ റെയിൽവേ കോർപ്പറേഷൻ ലാസ്റ്റ് ഡേ ക്ലോസ് ചെയ്യുന്നത് 91 രൂപ 71 പൈസക്കാണ്. അഥവാ ചെറിയൊരു താഴോട്ട് പോയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 0.79% താഴേക്കാണ് ഇത് ക്ലോസിംഗ് ടൈമിന് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു ദിവസത്തെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 91 രൂപ 01 പൈസയിൽ നിന്ന് 92 രൂപ 25 പൈസയിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ടുണ്ട്. അഥവാ ലോ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ 91 രൂപ 1 പൈസയും, ടുഡേ ഹൈ നോക്കുകയാണെങ്കിൽ 92 രൂപ 25 പൈസയും. ഒരു 50-60 പൈസക്കൊക്കെ ഇൻട്രാഡ് ചെയ്യുന്ന ആളുകൾ, ഹ്യൂജ് ക്വാണ്ടിറ്റി എടുത്ത് ഇൻട്രാഡ് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇതിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇൻട്രാഡ് എന്ന് പറയുന്നത് ഒരു ലക്ക് പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അടുക്കും ചുട്ടിയും ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇൻട്രാഡ് അത്ര കണ്ട് സുഖകരം ആകൂല എന്ന് സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. രണ്ടാമത് നമ്മൾ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് നോക്കുന്നത് 52 വീക്കിൽ ലോ നോക്കിയാൽ 87 രൂപയാണ് കാണുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 143 രൂപ. അഥവാ നല്ല തിരക്കേടില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ചൊടിപ്പിക്കാതെ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ആ സ്കെയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അവർക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഫണ്ടമെൻ്റൽസ് ആണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,19,943 ക്രോറാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. പി ഇ റേഷ്യോ നോക്കുകയാണെങ്കിൽ TTM ബേസ് ചെയ്തിട്ട് 17.12, PB റേഷ്യോ 2.11, ഇൻഡസ്ട്രി പി ഇ റേഷ്യോ 24.18. ഡെപ്റ്റ് ടു ഇക്വിറ്റിയുടെ കാര്യം പരിഗണിച്ച് പറയുകയാണെങ്കിൽ 7.69, ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ കാര്യമായിട്ട് 12.35 ആ ഒരു ലെവലിലാണ് നമുക്ക് റിട്ടേൺ കിട്ടുക. EPS TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 5.36, ഡിവിഡൻഡ് yield 1.14%, ബുക്ക് വാല്യൂ വരുന്നത് 43.42, ഫേസ് വാല്യൂ 10 രൂപയുമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിനാൻസ് സൈഡാണ്. ഫിനാൻസിൽ നമുക്ക് 2 ഘട്ടമായിട്ടാണ് നോക്കുന്നത്. ഒന്ന് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടും ഇയർലി ബേസ് ചെയ്തിട്ടുമാണ്. ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് 2025 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം റവന്യൂ സൈഡ് പറയുമ്പോൾ 6,724 ക്രോറാണ്. പ്രോഫിറ്റ് സൈഡ് പറയുകയാണെങ്കിൽ 1,682 ക്രോറാണ് ഉള്ളത്. അത് പോസിറ്റീവാണ്, കുഴപ്പമില്ല എന്ന് പറയുന്നു. 2025 ജൂൺ ക്വാർട്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂ നോക്കുമ്പോൾ 6,918 കോടി രൂപയും, അഥവാ 2.89% വർധനവ് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് സൈഡ് 1,746 കോടി രൂപ, 3.79% ആദ്യ തവണയേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് 2025 സെപ്റ്റംബർ ക്വാർട്ടർ നോക്കുമ്പം റവന്യൂ 6,372 കോടിയാണ്. അഥവാ മുന്നത്തെ മാസത്തെ അപേക്ഷിച്ച് 7.90% ഡൗൺ സൈഡ് പോയിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ അതങ്ങനെ ബാധിച്ചിട്ടില്ല. 1,777 കോടി രൂപയാണ്. ജൂൺ ക്വാർട്ടറിനെ അപേക്ഷിച്ച് സെപ്റ്റംബർ ക്വാർട്ടറിൽ 1.79% ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. നെക്സ്റ്റ് 2025 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം റവന്യൂ സൈഡ് 6,719 കോടി രൂപയുടെ ഒരു ഫിഗറാണ് നമുക്ക് കാണുന്നത്. ആദ്യത്തെ അഥവാ സെപ്റ്റംബർ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 5.45% വർധനവ് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 1,802 കോടി രൂപയാണ്. മുമ്പത്തെ അഥവാ സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്തതും ഇതും ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ 1.42% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വാർട്ടർ 2026 മാർച്ച് ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 7,329 കോടി രൂപയാണ് റവന്യൂയുടെ സൈഡ് കാണുന്നത്. അഥവാ നേരത്തെയുള്ള അഥവാ ഡിസംബർ ക്വാർട്ടറിലെ ആ ഒരു ക്ലോസിംഗ് പ്രൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 9.07% വർധനവുണ്ട്. പക്ഷേ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ താഴോട്ടാണ്. 2,684 ക്രോറാണ്.
6.56% ഡൗൺ സൈഡാണ് ഇത് പോയിട്ടുള്ളത്. ഇനി ഇയർലി ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. 5 വർഷത്തെ കണക്കുണ്ടാകുക. 2021, 22, 23, 24, 25. 2021 കണക്ക് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ 15,771 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതേ സമയത്ത് 2021 പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 4,416 ക്രോറാണ്. നെക്സ്റ്റ് 2022 ഇയർ ക്ലോസ് ചെയ്യുമ്പം റവന്യൂ 20,302, അഥവാ നേരത്തെ 2021 വർഷത്തെ അപേക്ഷിച്ച് 28.73% ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട് റവന്യൂയുടെ കാര്യത്തിൽ. അതേപോലെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിലും ഹൂജ് പ്രോഫിറ്റാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 6,090 കോടി രൂപയുടെ പ്രോഫിറ്റ് ഫിഗർ അവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അഥവാ നേരത്തെയുള്ള 2021 വർഷത്തെ അപേക്ഷിച്ച് 2022 ക്ലോസ് ചെയ്യുമ്പം 37.90% ഇൻക്രിമെൻറ്റ് പ്രോഫിറ്റിൽ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് 2023 കാര്യം നോക്കാം. 2023 കാര്യം പരിഗണിക്കുമ്പോൾ റവന്യൂ 23,763 കോടി രൂപ ഫിഗറാണ് കാണിക്കുന്നത്. അഥവാ നേരത്തെ 2022 അപേക്ഷിച്ച് 17.05% ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് റവന്യൂയുടെ കാര്യത്തിൽ. പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ നേരിയതായ ഒരു വർധനമാണ് കാണുന്നത്. 6,167 കോടി രൂപ. 2022 വർഷത്തെ അപേക്ഷിച്ച് 2023 എത്തുമ്പം പ്രോഫിറ്റ് ഒരു 1.27% വർധനവായിട്ട് കാണുന്നത്. ഇനി 2024 വർഷത്തെ ക്ലോസിംഗ് പ്രൈസ് നോക്കുമ്പോൾ 26,656 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. അഥവാ നേരത്തെ 2023 അപേക്ഷിച്ച് 2024 12.18% അധികം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അതേപോലെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിലും നാമമാത്രമായിട്ടുള്ളൊരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6,412 കോടി രൂപ, 3.97% 2023 അപേക്ഷിച്ച് 2024 കമ്പനിക്ക് ഇൻക്രിമെൻ്റ് വന്നിട്ടുള്ളത്. 2025 കാര്യം ഒന്നെടുത്ത് നോക്കാം. 2025 ക്ലോസ് ചെയ്യുമ്പം 27,156 കോടി രൂപയാണ്. അഥവാ 2024 അപേക്ഷിച്ച് 1.88% റവന്യൂയിൽ അവർക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6,502 കോടി രൂപയാണ്. നേരത്തെ 2024 വർഷത്തെ അപേക്ഷിച്ച് 1.40% ഇൻക്രിമെൻറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ഹോപ്പ് നൽകുന്നു എന്ന പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങളൊക്കെ കൈകൊള്ളാം, ആലോചിച്ച് മാത്രം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കാം. ഈ IRFCൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഏതൊരാൾക്കും അറിയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു കമ്പനിയുടെ ഷെയർ ആരൊക്കെയാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം അഥവാ 84.65% പ്രൊമോട്ടേഴ്സാണ്, അഥവാ അതിൻ്റെ ഓണേഴ്സ് തന്നെയാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. 1% നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ നല്ലൊരു കമ്പനിയാണെന്ന് പറയാം. പക്ഷേ ലിക്വിഡിറ്റി കുറയും. കാരണം റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലുള്ളത് ആകെ 11.29% ആണ്. ഇത് അങ്ങോട്ട് വിറ്റ് ഇങ്ങോട്ട് വിട്ടിട്ട് വേണം നമുക്കൊരു ഇൻക്രിമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത് അങ്ങനെ കൊടുക്കാനും വാങ്ങിക്കാനും സാധ്യത വളരെ കുറവാണ്. അതേഴ്സ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് നാമമാത്രമായിട്ടുള്ള ഒരു ഹോൾഡിംഗ് ആണ്, 2.62%. കുഴപ്പമില്ല, വലിയ ഹൂജ് നമ്പറുകൾ ഇതിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാണ്ടിറ്റി അവരുടെ കയ്യിലുണ്ടാകും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് 1.17%, പേരിന് അവരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലും 0.27% കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം എല്ലാ ഹോൾഡേഴ്സും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പ്രമുഖ ഹോൾഡിംഗ് നടത്തിയിട്ടുള്ളത് പ്രൊമോട്ടേഴ്സ് തന്നെയാണ്, 84.65%. ഇനി നമ്മുടെ കയ്യിലുള്ള ഇത് വിൽക്കണോ വാങ്ങണ്ടയോ അല്ല അക്യുമുലേറ്റ് ചെയ്യണോ എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായി തീരുമാനിക്കുക. ഇതാണ് കമ്പനിയുടെ 2026 ജൂൺ മാസം 26-ാം തീയതി നമ്മളിപ്പം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓരോരുത്തരും മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ നീക്കുക. ഒരു ശുഭദിനം, നല്ല ഒരു ട്രേഡിംഗ് പ്രോഫിറ്റൊക്കെ കിട്ടുന്ന ശുഭദിനം ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.